നാളെ ആഖിറത്തിൽ ഖബറിൽ സിറാത്ത് പാലത്തിൽ അവിടെ ഒക്കെ വെളിച്ചായിട്ട് വരുന്ന ഒരു ഇബാദത്താണ് തഹജ്ജുദ്. അത് നമുക്കുണ്ടാവണം. തഹജ്ജുദ് നിസ്കരിച്ചാക്കുള്ള ഏറ്റവും വലിയ വെച്ചം എന്താന്ന് പറഞ്ഞാൽ സ്വാലിഹീങ്ങളെ ബേക്കിൽ ഒളിച്ചു നിന്നിട്ട് സ്വർഗത്തങ്ങൾ പോവാം. അലൈക്കും ബി ഖിയാമിൽ ലൈൽ, നിങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കണേ. അതിന്റെ ഓഫർ എന്താ നിങ്ങൾ പറയണത് അറിയാം? ഫൈനഹ ദഅബു സ്വാലിഹീൻ, അത് സ്വാലിഹീങ്ങളുടെ ചര്യയാണ്. സാധാരണ ഒരു കാര്യം പറഞ്ഞാൽ ആപ്പിൾ കിട്ടും, മുന്തിരി കിട്ടും, സ്വർഗം കിട്ടും, അങ്ങനെ കിട്ടും എന്നല്ലേ പറയണത്. ഇതെന്താ പറയണത്? തഹജ്ജുദ് നിസ്കരിക്കണേ എങ്കിൽ അത് സ്വാലിഹീങ്ങളുടെ ചര്യയാണ്. അപ്പൊ സ്വാലിഹീങ്ങളുടെ ചര്യ ആയാല് നമ്മൾ ചെയ്യണമെന്നുണ്ടോ? ഉണ്ട്. സ്വാലിഹീങ്ങളുടെ കൂടെ സ്വർഗത്തിൽ പോവാം. ഇല്ലെങ്കിൽ സ്വാലിഹീങ്ങളുടെ വേക്കിൽ ഒളിച്ചെന്നാല് ആരാടാ അവിടെ ഒളിച്ചിരിക്കുന്നത്? മറയണം, ഓടിക്കോണം. 60 കുട്ടികൾ ടൂറിന് പോകാനുള്ള ബസ്സിൽ അങ്ങോട്ട് കയറുമ്പോൾ 59 കുട്ടികൾ കേട്ടിട്ട് ഒരു കുട്ടിയോട് പറയാം നീ ടൂറിന് വരണ്ടെന്ന് പറഞ്ഞു. എന്റെ അവസ്ഥ എന്തായിരിക്കും? ആരാണ് എന്റെ സ്വാലിഹീങ്ങളുടെ വേക്കിൽ ഒളിച്ചിരിക്കണത്? അങ്ങനെ ആട്ടിയോടിച്ച് നമ്മുടെ അവസ്ഥ എന്നാ? നമുക്ക് ആകപ്പാടെ സ്വാലിഹീങ്ങളല്ലേ ഉള്ളൂ. അവരുടെ ഒക്കെ ഹൃദയത്തിൽ ഇടം നേടണം. വമൻ ദഖലഹു കാന ആമിന, സ്വാലിഹീങ്ങളുടെ ഖൽബിൽ ഇടം നേടിയാൽ കാന ആമിന, നമ്മളെ പേടിക്കാതെ സ്വർഗത്തിലെത്താം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ.